നാൽപ്പതുകാരിയുടെ പ്രണയം ഭാഗം 35. മീനു പിന്നീട് വിളിച്ചത് ജയുടെ അമ്മയ്ക്കായിരുന്നു. ഹലോ. ഹലോ, ഇതാരാ? മരുമകളുടെ നമ്പർ പരിചയമില്ലാത്തത് കൊണ്ട് തന്നെ അമ്മായിയമ്മ ചോദിച്ചു. മമ്മ, ഇത് ഞാനാ മമ്മ. അവളുടെ ആ വിളി, ആ ശബ്ദം അമ്മയ്ക്ക് പെട്ടെന്ന് മനസ്സിലായി. ആ, മോളോ? അയ്യോ, ഞാൻ മോളുടെ നമ്പർ അവനോട് ചോദിച്ചിരുന്നു, അവൻ തന്നില്ല. ആണോ മമ്മ? ആ, എനിക്ക് തന്നായിരുന്നു, അതാ ഞാൻ മമ്മയെ വിളിച്ചത്. ആണോ? എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖമല്ലേ? ആ സുഖമാണമ്മ. ഞാൻ പിന്നെ ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ വിളിച്ചത്. എന്താ മോളെ, പറയേ. അമ്മ വളരെ സ്നേഹത്തോടെയായിരുന്നു മീനുവിനോട് പെരുമാറിയത്. അത് മമ്മ, എനിക്ക് പറയാനുള്ളത്. എന്തു പറ്റും മോളെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതമ്മ, അത് എനിക്ക് പറയാനുള്ളത്, എനിക്ക് എങ്ങനെയാണ് അമ്മയോട് പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് പറയാതിരുന്നാൽ അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത്. എന്ത് പറ്റി മോളെ? കാര്യം പറ. അത് മമ്മയ്ക്കറിയാലോ. വിവാഹം കഴിഞ്ഞ അന്ന് വന്നു പോയതാ ജയ് എൻ്റെ വീട്ടിൽ. അതിന് ശേഷം ഇത്രയും ദിവസമായിട്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അത് എൻ്റെ വീട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വരാത്തതെന്ന്. ഞാൻ അവനെ വിളിച്ചു. അവനിപ്പോൾ പഴയ പോലെ എന്തോ എന്നോട് സ്നേഹമില്ലേ എന്നെനിക്കൊരു സംശയം. വിവാഹം കഴിക്കുന്നവരെ ഭയങ്കര സ്നേഹമായിരുന്നു അവന്. വിവാഹം കഴിഞ്ഞത് പിന്നെ എന്തോ അവൻ എന്നോടൊരു താല്പര്യം കാണിക്കുന്നില്ല. എന്താ മമ്മ അവനിവിടേക്ക് വരാത്തത്? മമ്മയോട് അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്തൊക്കെയാണ് മോളെ പറയുന്നത്? മോളോട് എന്തിനാ സ്നേഹം കുറയുന്നത്? അതിന് മോളൊന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ കല്യാണം കഴിച്ചത്? അതെ മമ്മ, അങ്ങനെ ആയിരുന്നു. പക്ഷെ കഴിഞ്ഞതിൽ പിന്നെ അവൻ ഇങ്ങോട്ട് വരുന്നില്ല. ഞാൻ എത്ര വിളിച്ചെന്നറിയാവോ? അവൻ വരാൻ കൂട്ടാക്കുന്നില്ല. അതാ എനിക്ക്. മോള് വിഷമിക്കണ്ട, അമ്മ പറയാം. ഓക്കെ. അതെ, എനിക്കറിയാം. പിന്നെ അവൻ എന്നോട് പറഞ്ഞു അവന് ചമ്മലാണെന്ന് എൻ്റെ വീട്ടിലോട്ട് വരാൻ. അത് ശരിയായിരിക്കും, ചമ്മലൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഞങ്ങളുടെ വിവാഹം അമ്മയ്ക്ക് അറിയാമല്ലോ, അത് രഹസ്യമായിരുന്നല്ലോ. അത് കാരണം എനിക്കങ്ങോട്ട് വരാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കവനെ കാണണ്ടേ. മീനുവിൻ്റെ കൊഞ്ചിയുള്ള സംസാരം അത് ജയുടെ അമ്മയ്ക്ക് ഏറെ ബോധിച്ചു. ഒരുപാട് സന്തോഷവും. മോള് വിഷമിക്കേണ്ട, ഞാൻ എന്തായാലും അവനെ പറഞ്ഞേക്കാം. അവൻ എന്തായാലും വരും, പോരെ. പരിഭവം പറഞ്ഞുകൊണ്ടുള്ള അവളുടെ കൊഞ്ചലുകൾ മീനുവിൻ്റെ അമ്മയ്ക്ക് ജയ്യോട് അവൾക്ക് വല്ലാണ്ട് സ്നേഹമുണ്ടെന്നും അവനെ കാണാതിരിക്കുന്നതിൽ വിഷമമുണ്ടെന്നും ആണ് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ മകനെ പറഞ്ഞു വിടാമെന്ന് അമ്മ മീനുവിന് വാക്ക് നൽകുന്നു. പിന്നെ മമ്മ, എനിക്കൊരു കാര്യം കൂടി മമ്മയോട് പറയാനുണ്ട്. പറയും മോളെ. അവന് എന്തെങ്കിലും എന്നെ ഇഷ്ടക്കുറവുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും മമ്മയോട് പറഞ്ഞിരുന്നോ? അവന് വിവാഹം കഴിക്കുന്നവരെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. എന്നാൽ ഇപ്പോൾ എനിക്കെന്തോ അങ്ങനെയൊക്കെ തോന്നുന്നു. അയ്യോ ഇല്ല മോളെ, അതൊക്കെ മോളുടെ തോന്നൽ മാത്രമാണ്. അമ്മയ്ക്കറിയാമല്ലോ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട അവനെ കല്യാണം കഴിച്ചത്. എന്നിട്ട് എന്താ അവൻ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അയ്യോ മോള് കരയാണോ? എനിക്ക് പിന്നെ സങ്കടമില്ലാതിരിക്കുമോ? കല്യാണം കഴിഞ്ഞ ഉടനെ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ? അയ്യോ മോളെ, അങ്ങനെയല്ല. അവന് വിവാഹം മുമ്പ് കഴിച്ചിട്ടൊന്നുമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. പിന്നെ മോളുടെ വീട്ടിലേക്ക് വരണ്ടല്ലേ, അതൊക്കെ ആയിരിക്കും. അല്ലാതെ അങ്ങനെയൊന്നുമില്ല. മോളോട് യാതൊരു സ്നേഹക്കുറവുമില്ല. അമ്മയല്ലേ പറയുന്നത്, മോളങ്ങ് വിശ്വസിക്ക്.
മമ്മ പ്ലീസ്, എനിക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അവനൊന്നെൻ്റെ വീട്ടിൽ വരണം. പ്ലീസ് മമ്മ. ആ, മമ്മ ഒന്ന് പറയണേ അവനോട്. എല്ലാ ദിവസവും വരാൻ വേണ്ടി ഞാൻ വിളിക്കുന്നില്ലല്ലോ. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അവനോട് ഒന്ന് വരാൻ പറയണേ പ്ലീസ്. ശരി മോളെ, ഞാൻ പറയാം. ആഴ്ചയിൽ ഒരു തവണ എന്തായാലും അവൻ വന്നിരിക്കും, പോരെ? ഇന്ന് വരാൻ പറയണേ. എനിക്കവനെ കാണാണ്ട് വല്ലാണ്ട് മിസ്സാവുന്നുണ്ട്. ശരി, ഇന്ന് തന്നെ വരും. മോളെ ധൈര്യമായിട്ട് ഫോൺ വെച്ചോ. താങ്ക് യു മമ്മ, താങ്ക് യു സോ മച്ച്. ആ ശരി മോളെ, എന്നാ വെച്ചോ. മീനുവിൻ്റെ കള്ളക്കണ്ണീരിലും പരാതി പറച്ചിലും ജയ്യുടെ അമ്മ വീഴുന്നു. മകനെ ഇന്ന് തന്നെ മീനുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്ന് അവർ തീരുമാനിക്കുന്നു. ആഴ്ചയിൽ ഒരു തവണ മുടങ്ങാതെ അവൻ വീട്ടിലെത്തുമെന്നും അവർ വാക്കു നൽകുന്നു. ഇതൊന്നും അറിയാതെ രാത്രി ജയ് വീട്ടിലെത്തുന്നു. ജയ്യെ കാത്ത് ഉമ്മറത്ത് തന്നെ ഉണ്ടായിരുന്നു ജയ്യുടെ പപ്പയും അമ്മയും. പെട്ടെന്ന് ഭക്ഷണം എടുത്ത് വയ്ക്ക്, എനിക്ക് നല്ല ക്ഷീണമുണ്ടമ്മ, ഞാൻ കിടക്കാണ്. ആ, ഭക്ഷണം എടുത്ത് വയ്ക്കാം, പക്ഷെ കിടക്കുന്നത് ഇവിടെയല്ല. എന്തൊക്കെയായി പറയണേ? നീ എന്താ അവളുടെ വീട്ടിൽ പോവാതിരുന്നത്? ആരുടെ? നിൻ്റെ ഭാര്യയുടെ. ഓഹ്, എൻ്റെ പൊന്നു മമ്മ, ഞാൻ അത്രയും ക്ഷീണത്തിൽ നിൽക്കുമ്പോൾ വെറുതെ ഓരോന്ന് ചോദിക്കല്ലേ. എന്നെക്കൊണ്ട് വയ്യ, ഞാൻ കിടക്കാനാണ് വന്നത്. കിടന്നോളൂ, അത് ഇവിടെയല്ലെന്ന് മാത്രം. നീ എന്തായാലും ഇന്ന് അവളുടെ വീട്ടിൽ പോയേ പറ്റൂ. ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആർക്ക്? നിൻ്റെ ഭാര്യയ്ക്ക്. അവളെന്ന് വിളിച്ച് എന്തൊരു കരച്ചിലായിരുന്നു. പാവം, നിന്നോടുള്ള സ്നേഹം കാരണമല്ലേ. നീ എന്താണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? നിൻ്റെ ഭാര്യയല്ലേ അവള്. അവൾ കരഞ്ഞെന്നോ? ആ പാവം, എനിക്ക് വല്ലാണ്ട് വിഷമമായി അവൾ കരഞ്ഞപ്പോൾ. അവൾ എന്തൊരു കരച്ചിലായിരുന്നു. എനിക്കിപ്പോൾ പഴയ പോലെ അവളുടെ സ്നേഹമില്ലെന്നൊക്കെ പറഞ്ഞ്. എൻ്റെ പൊന്ന് കർത്താവേ, ഇവൾ ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. അടവുകളുടെ റാണിയാണ്. 18ാമത്തെ അടവാണ് അവളെടുത്തത്. അപ്പോൾ ഇതാണ് അവൾ പറഞ്ഞത്, എന്നെ അവളുടെ വീട്ടിലെത്തിക്കുമെന്ന്. ജയ് മനസ്സിൽ പറഞ്ഞു. നീ എന്താ ആലോചിക്കുന്നത്? നീ എത്രയും പെട്ടെന്ന് പോവാൻ നോക്ക്. അവളവിടെ കാത്തിരിക്കുക നിനക്ക് വേണ്ടി. പിന്നെ ആഴ്ചയിൽ ഒരു തവണ നിന്നെ അവളുടെ വീട്ടിലെത്തിച്ചോളാമെന്ന് ഞാൻ അവൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. നീ പോയേ പറ്റുള്ളൂ. വാക്ക് കൊടുക്ക്. അമ്മയ്ക്ക് ഇതെന്തിൻ്റെ കേടാ? എന്താ പറയുന്നതൊന്നും മനസ്സിലാക്ക്. പോയേ പറ്റുള്ളൂ, എനിക്ക് അത്രേ പറയാനുള്ളൂ. പപ്പ പതുക്കെ പറഞ്ഞു. മോനെ, നിനക്ക് പോകാനുള്ള ചമ്മൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഭാര്യ വീട്ടിൽ പോകുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഏതൊരു പുരുഷനും കാണും. പക്ഷേ കല്യാണം കഴിഞ്ഞു പോയില്ലേടാ, അവൾക്കും ആഗ്രഹങ്ങളുണ്ടാവില്ലേ? നിന്നെ കാണണമെന്നൊക്കെ തോന്നുമ്പോൾ ഇങ്ങോട്ട് വന്ന് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോടാ. നിങ്ങളുടെ വിവാഹം രഹസ്യമായി. അപ്പോൾ പിന്നെ നീ അങ്ങോട്ട് പോകാനുള്ളൊരു മര്യാദ നീ കാണിക്കണ്ടേ? എൻ്റെ പൊന്നു പപ്പ, നിങ്ങളിതെന്തറിഞ്ഞിട്ടാ? ആ കൊച്ചു ഭയങ്കര കരച്ചിലായിരുന്നടാ. നീ ഇതുവരെ പോവാത്തതിൻ്റെ സങ്കടവും പരിഭവവും ഒക്കെ ഉണ്ടായിരുന്നു അവൾക്ക്. അവൾ ചോദിക്കുക നിനക്ക് അവളോട് സ്നേഹമില്ലെന്നൊക്കെ. വിവാഹം കഴിഞ്ഞിട്ട് വേറെ ഇത്രയും ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിപ്പിക്കാൻ പാടുണ്ടോടാ? അപ്പോൾ ഈ മുന്നോട്ട് എങ്ങനെയാടാ ജീവിക്കുക? ഇപ്പം തന്നെ ഇങ്ങനെയൊക്കെ ആയാലോ? പപ്പ പ്ലീസ് പപ്പ, നിങ്ങൾക്കിത് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തോണ്ടാ. അപ്പം നീ പ്രശ്നം എന്താണെന്ന് പറയേ, നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഒന്നുമില്ല, ഞാൻ പൊയ്ക്കോളാം, പോരെ? കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല. മീനുവിൻ്റെ വീട്ടിൽ പോവുകയല്ലാതെ തൻ്റെ മുന്നിൽ വേറെ വഴികളൊന്നുമില്ലെന്ന് ജയ്ക്ക് മനസ്സിലായി. മീനുവിൻ്റെ 18ാമത്തെ അടവ് അതവൾ ശരിക്കും പറ്റി. അല്ലെങ്കിൽ 19ാമത്തെ അടവ് അതിലെൻ്റെ വീട്ടുകാർ വീഴും, അതിലൊരു സംശയവുമില്ല. ആഴ്ചയിലൊരിക്കൽ മീനുവിൻ്റെ വീട്ടിലെത്തേണ്ടത് തൻ്റെ ആവശ്യമായി. ഇതിൽ നിന്ന് എനിക്കിനി രക്ഷയില്ല. ഈ സത്യത്തെ അംഗീകരിച്ചേ പറ്റുള്ളൂ.